ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കടുകും 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇവിടെ പൈനാപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ പൈനാപ്പിൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ മധുരം ഇല്ലാത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒരു ശർക്കരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ തേങ്ങ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കണം. തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയാവും. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂണ് ഉലുവയും 1/2 ടീസ്പൂണ് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.